ഹലോ. ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണിത്. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇത് റിസൾട്ട് കിട്ടും. കാരണം ഞാനിത് പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഇത്തിരി ഉറപ്പിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്താലും ഉറപ്പായിട്ട് നല്ല റിസൾട്ടായിരിക്കും. പറയുന്നത് പോലെ തന്നെ കുടിക്കുകയെന്നാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുന്തിരിയാണ്. കറുത്ത ജ്യൂസ് അടിക്കുന്ന മുന്തിരി കടയിൽ ചോദിച്ച് വാങ്ങുക. അത് നന്നായിട്ട് മഞ്ഞളിട്ട വെള്ളത്തിൽ കഴുകിയിട്ട് അതിലുള്ള മരുന്ന് കംപ്ലീറ്റ് പോക്കണം. കഴിയുന്നത് നിങ്ങൾ വെള്ളം ചൂടുള്ള വെള്ളത്തിൽ മഞ്ഞളിട്ടിൽ നല്ല വൃത്തിയായിട്ട് കഴുകണം. ഞാനിത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ടെന്ന് വെച്ചാൽ അത്രയും മരുന്നടിച്ചിട്ടാണ് ഈ കറുത്ത മുന്തിരി നമ്മുടെ മാർക്കറ്റിലേക്ക് വരിക. അതായത് ജ്യൂസ് അടിക്കുന്ന മുന്തിരി എന്ന് പറയുന്നത്. അതുകൊണ്ട് നന്നായി വൃത്തിയാക്കൽ അത് നിങ്ങളുടെ കടമയാണ്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യുക. ഈ കഴുകി വൃത്തിയാക്കിയ മുന്തിരി ഇനി നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാനുണ്ട്. അപ്പം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇത് നിങ്ങൾ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഗുണം കരുതി ചെയ്യുന്നത് ദോഷത്തിലായി പോകാൻ പാടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ആ ഒരു മുന്തിരി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് മുങ്ങി നിൽക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. മുങ്ങി നിൽക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരുപാട് പഞ്ചസാര ഇട്ടിട്ട് കുടിക്കരുത്. കാരണം നമ്മളിത് ഡെയിലി കുടിക്കുന്നത് കൊണ്ട് ഷുഗർ എല്ലാം വന്നാൽ പിന്നെ അതും പറയും. അപ്പോൾ നിങ്ങൾക്ക് ശരീരം മുഴുവനും മുഖം ഉൾപ്പെടെ നിറവെക്കാൻ സഹായിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷെ ഒരുപാട് പഞ്ചസാരയെല്ലാം ഇട്ട് കുടിച്ചിട്ട് ഇനി ഷുഗർ എങ്ങാനും കൂടിയാൽ അതും നമ്മളെയാണ് പറയുക. അപ്പോൾ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. നിറം വെക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇപ്പം ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 5 മിനിറ്റ്, ഒരു 5-10 മിനിറ്റോളം നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ ആ തൊലിയെല്ലാം പുറത്തേക്ക് പോയിട്ട് ഇതിങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി കഴുകിയെടുക്കണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ തൊലീൻ്റെ എല്ലാം ആ ഒരു സത്ത് നന്നായിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. അപ്പോൾ അതിൽ മരുന്നെല്ലാം ഉണ്ടെങ്കിൽ അത് ദോഷമായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഉടച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നന്നായി വെന്തത് കൊണ്ടാണ് ഈ തൊലിന്ന് അടർന്ന് വന്നത്. അത് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായി അടിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ മുന്തിരി നന്നായിട്ട് നമ്മൾ അടിച്ച് ആ വെള്ളത്തിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കണം കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഇതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് അതിലേക്ക് ഇളകി വരും. അപ്പോൾ 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം ഇത് നല്ല തിളച്ച് നല്ല എന്താ പറയുക ഒരു മുന്തിരി വൈന് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറെല്ലാം ഇപ്പോൾ ആണ് ശരിക്ക് വന്നിട്ടുണ്ട്. നേരത്തെ അതിൻ്റെ കളറൊന്നും ശരിക്ക് കിട്ടില്ല. ഇപ്പം കണ്ടോ കളറെല്ലാം ഇപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം ഇത് നന്നായി നമുക്ക് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 10 ദിവസം എല്ലാം ഉണ്ടാക്കി സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും റെഡിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണം ഇതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പൊക്കെ ഇടാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ ഇതാ ഞാനൊന്ന് ആറിയതിന് ശേഷം ഒരു അരിപ്പയിൽ കൂടി അതൊന്ന് അരിച്ചെടുക്കുകയാണ്. അരിപ്പയില്ലെങ്കിൽ നിങ്ങൾ കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ അതിലേക്ക് അരിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു സത്ത് കിട്ടുക. കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു സത്ത് അടിച്ച് പിഴിഞ്ഞെടുക്കുകയാണ്. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത് ഒരു 10 ദിവസത്തിനുള്ളതൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഒരുപാട് എടുത്താലും വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു 10 ദിവസത്തിനെല്ലാം ഉണ്ടാക്കി വെച്ചാൽ മതി. വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഡെയിലി നിങ്ങൾ കുടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഡെയിലി കുടിച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖം ഉൾപ്പെടെ ശരീരം മുഴുവൻ നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു പവർഫുൾ മാജിക്കൽ സ്കിൻ വൈറ്റനിങ് ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ ഇത് പറയാം. ഇത് നല്ലൊരു സാധനമാണ്. പിന്നെ നമ്മൾ ഇതിൽ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷുഗർ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ മുന്തിരിൻ്റെ ആ ഒരു മധുരത്തിൽ തന്നെ കുടിക്കാനാണ് അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഷുഗർ കഴിയുന്നത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറ് കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. ടേസ്റ്റ് അതിലും അടിപൊളിയാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തെടുക്കാം. ദിവസം ഓരോരോ ഗ്ലാസ് വെച്ചിട്ട് നിങ്ങളിത് കുടിച്ചാൽ മതി. നിങ്ങളിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളനുസരണം നിങ്ങൾ കുടിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു മാസം കൊണ്ടല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളെ സ്കിന്നിലേക്ക് വരുന്ന മാറ്റം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.